ഒന്ന് റാഗ് ചെയ്തേളാം. റാഗിങ് എന്റെ ഒരു ഹോബിയാണ്. വരൂ. വ്യാജ വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചു. അല്ല, അത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? അതന്നെ ഏറ്റവും വലിയ സന്തോഷവും നന്ദി. ഇല്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി എല്ലാവർക്കും പോവാം. ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു അതിന്റെ പേരിൽ ഞാൻ ഉൾപ്പെടെ വലിയ ആക്ഷേപം നേരിടേണ്ടി വന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ, എനിക്ക് അല്പം തൊലിക്കട്ടി കൂടുതലാണെന്ന്, നാണവും മാനവും ഇത്തിരി കുറവാണെന്ന്. പലയിടത്തും ചർച്ചയായി, പല ബുദ്ധിജീവി. ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് ടീച്ചർ പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഫേക്ക് വീഡിയോ എന്ന് പറഞ്ഞു, അശ്ലീല പോസ്റ്റർ എന്ന് പറഞ്ഞു. അത് ടീച്ചർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയല്ലേ? അതെ, നീ കൂടുതലൊന്നും പറയണ്ട. അങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഒക്കെ വിചാരിച്ച് നടക്കുന്ന കാര്യമൊന്നുമല്ല. അല്ല, അവർക്ക് ഇഷ്ടമുള്ളടത്ത് ഉറച്ചു നോട്ട്. അവരെവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത്, ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എവിടെ ഉറച്ചു നിൽക്കുന്നുള്ളത് എന്റെ തീരുമാനമല്ലല്ലോ. വെറും നുണയാ, പുളുവടിക്കാൻ ബഹുമിടിക്കുക. അവരെവിടെയെന്ന് വെച്ചാൽ ഉറച്ചു നോട്ടെ. അങ്ങനെ ഒരു വീഡിയോ, അശ്ലീല വീഡിയോ ഇല്ല ഉളുപ്പ് വേണ്ടോ, ഉളുപ്പ് എന്നുള്ളത് ഇപ്പൊ എല്ലാവരും അംഗീകരിച്ചു. അതിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. നീ ഇത് കാര്യമായിട്ട് പറയാണോ? ഇത് വല്ല തമാശ പറയാൻ പറ്റിയ വിഷയ? ഷാഫിയുടെ പിന്നിൽ ഒരു സംഘമുണ്ട് എന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു സംഘം ഉണ്ടോ? അമ്മാവൻ കാര്യമായിട്ട് ചെറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ഉണ്ട്. എന്റെ പിന്നിലും എന്റെ ഒപ്പവും എന്റെ മുന്നിലും ഒക്കെ വടകരയിലെ ഒരു സംഘം ജനങ്ങൾ എന്റെ കൂടെ ഉണ്ട്. അവരുടെ തേരിൽ കയറിയിട്ട് തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? എടാ കൊച്ചനെ, നീ കൂടുതൽ നേളിക്കരുത്. എന്റെ കൂടെ വ്യാജ വീഡിയോ നിർമ്മിക്കുന്ന സംഘത്തെ കുറിച്ചാണ്. അങ്ങനെ വീഡിയോ തന്നെ ഇല്ലല്ലോ. പിന്നെ ഇനിയിപ്പോ അതിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? നീ എന്താ പൊട്ടം കളിക്കാണ്? ഈ തള്ള എന്താണ് ഈ പറയുന്നത്? ഇല്ലാത്തൊരു വീഡിയോന്റെ പുറത്താണ് ഒരു ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എനിക്ക് ഉമ്മയില്ലേ എന്നാ ചോദിച്ചേ. എനിക്ക് അമ്മയില്ലേ എന്ന്. നാണമുണ്ടോ നിനക്ക്? നാണം. എന്നുവെച്ചാൽ അമ്മ ഉള്ളവർക്ക് നിരക്കാത്ത പണി ഞാൻ എടുത്തു എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം. എടാ, നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുകൊണ്ട് ഞകണ്ട. അങ്ങനെ ഒരു സാധനമേ ഇല്ലാന്ന് പിന്നെ അംഗീകരിച്ചില്ലേ? അതെന്താ നിങ്ങൾക്ക് ഒരു സീരിയസ് കൺസേൺ ആവാത്തെ? നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്നൊരു പ്രചരണം നടന്നോ ഇല്ലയോ? പ്രചരണം നടന്നല്ലോ. നടന്നിട്ടുണ്ട്. എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എന്റെ സ്ഥാനാർത്ഥി വീഡിയോ അല്ല, അങ്ങനെ ഒരു മോർഫ് ചെയ്ത ഒരു ഫോട്ടോയും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും കിട്ടുമല്ലോ. അതെന്താണ്? സന്തോഷാണെന്നോ അല്ലെന്നോ? അങ്ങനെ പറയരുത്. അല്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യം. നിനക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇതിലും കുറച്ചും കൂടെ മാന്യമായിട്ട് ടീച്ചർ ഹെൽപ്പ് എന്നോട് ചോദ്യം ചോദിക്കും. ഞാൻ പുകഴ്ത്തി പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാം. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാറിന് സംസ്കാരമേ ഇല്ല സാർ. മാധ്യമ പ്രവർത്തക എന്നുള്ള നിലക്കുള്ള ആ ലേബലിന് അകത്ത് നിന്നിട്ട് പരമാവധി ഒന്ന് ശ്രമിച്ചു നോക്കാൻ ചോദ്യം ചോദിക്കാൻ. ഈ പഴയ അലവലായത്തരൊക്കെ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കല്ലേ? എന്ത് ചെയ്യാനാ, അതെന്റെ തൊലിയുമായിട്ട് ഇഴുകി ചേർന്ന് പോയി.